നിതിൻ രാജിന്റെ വീട്ടിൽ നിന്നും SC/ST കമ്മീഷൻ മാധ്യമങ്ങളെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് TV-യിലുള്ള ന്യൂസ് കേട്ട് രാവിലെ മുതലേ പറയുന്നത് കേട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ 7 അംഗങ്ങളുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ആ ടീം ഇന്നലെ രാത്രി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ മിക്കവാറും അവരെ ഇതിൻ്റെ അന്വേഷണം കഴിഞ്ഞ് പ്രാഥമികമായ അന്വേഷണം കഴിഞ്ഞ് പോകുന്നതിന് വഴി ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ച് പ്രാഥമികമായി ഞങ്ങളും ആ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. അപ്പോൾ അവരുടെ അന്വേഷണത്തോടൊപ്പം പ്രാഥമികമായ ആദ്യ അന്വേഷണത്തോടൊപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണേണ്ടതുണ്ട്. അതെല്ലാം കമ്മീഷൻ നേരിട്ട് എല്ലാ രേഖകളും കമ്മീഷൻ നേരിട്ട് വിളിപ്പിച്ച് വിശദമായി പരിശോധിക്കും. ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ പോലീസ് പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ തന്നെ അത് വ്യക്തമാക്കിയതാണ്. കുടുംബം അതിൽ പറയുന്ന ഒരു കാര്യം, ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ നിതിൻ എന്ന 22-കാരൻ അനുഭവിച്ച ജാതി അധിക്ഷേപവും മറ്റ് മാനസിക സമ്മർദ്ദവും ഒക്കെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. അക്കാര്യം എന്തെങ്കിലും കുടുംബം സൂചിപ്പിച്ചിരുന്നോ? അവരെ അങ്ങനെ ഇപ്പോഴാണ് അത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ ടിവിയിലൊക്കെ ഞങ്ങളിത് കേട്ടു. ലോൺ ആപ്പുമായിട്ടുള്ള വിഷയത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് പോലീസ് പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്. ഇനി അഥവാ ഒരു ലോണ് ആയിട്ട് ബന്ധമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. ലോൺ എല്ലാവരും എടുക്കുന്നത്, നമ്മുടെ പൊതുവായിട്ട് എല്ലാവരും ലോൺ എടുക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ലോൺ എടുപ്പാണെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ളൊരു സംഭവത്തിന് പ്രസക്തിയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതും ജാതി അധിക്ഷേപവുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്തായാലും അത് മറ്റൊരു വിഷയം. അത് അങ്ങനെ എന്തെങ്കിലും വല്ല ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ്. അവരെ അന്വേഷിക്കുകയും ചെയ്യും. ഏതാ കമ്മീഷന്റെ നടപടി എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഞങ്ങൾ ഒരു കേസ് എടുത്തു കഴിഞ്ഞു. റിപ്പോർട്ട് 10 ദിവസത്തിനിടയിൽ റിപ്പോർട്ട് അയക്കാനായിട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. അവർ 10 ദിവസത്തിനിടയിൽ അവർ എടുക്കും. അതിന് പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടായിരിക്കും. അതിനകത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് വാങ്ങും. പിന്നെ ഫോറൻസിക് എവിഡൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ എവിഡൻസുകളും ഞങ്ങൾ വ്യക്തമായി, പ്രത്യേകിച്ച് ഞാൻ തന്നെ അത് നേരിട്ട് പരിശോധിക്കും. അതിൽ നിന്ന് വ്യക്തത വരുത്തുന്നതാണ്. ഈ ലോൺ ആപ്പിന്റെ സംഭവം കൊണ്ടുവന്നത് അത് ഏതെങ്കിലും വിധത്തിൽ ഈ ജാതി അധിക്ഷേപം എന്നുള്ള സംഭവത്തെ മറച്ചു വെക്കാൻ വേണ്ടിയാണ്? അങ്ങനെയാണെങ്കിൽ കമ്മീഷന്റെ ശ്രദ്ധ അതിനകത്ത് എപ്പോഴും ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾ വിശദമായി പരിശോധിക്കും. കമ്മീഷൻ ഇതിനകത്ത് അതീവ താല്പര്യത്തോടു കൂടി സത്യസന്ധമായി തന്നെ ഇതെല്ലാം വിലയിരുത്തി പരിശോധിച്ച് നടപടികൾക്ക് പ്രേരണ ചെയ്യും. അത് പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ നിശ്ചയമായി നിരവധി കാര്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുള്ളതായിട്ട് ഞങ്ങൾക്ക് പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യും ഞങ്ങൾ. പ്രത്യേകിച്ച് ഈ കേസ് സാധാരണ ഒരു കേസായിട്ട് ചെറിയ മരണം സംഭവിച്ചൊരു കേസാണ്. ഒരു കുടുംബത്തിൻ്റെ എല്ലാ പ്രത്യാശയും എല്ലാം നഷ്ടപ്പെട്ടൊരു കേസാണിത്. അത് വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങളത് കൈകാര്യം ചെയ്യും. താങ്ക് യു വെരി മച്ച്.